സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സർ, ചെർപ്പുളശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യ എല്ലാവരും ചെറിയൊരു വിഷയമെന്ന് കരുതി. പക്ഷേ അതിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. കാരണം അനാശാസ്യത്തിന് പിടിയിലായ ഒരു യുവതി, ആ യുവതിയുടെ വീട്ടിലേക്ക് കടന്നു കയറുന്ന ഡിവൈഎസ്പി പലവട്ടം ആ വീടിന്റെ അവസ്ഥ പോലും മനസ്സിലാക്കിയിരുന്നിട്ട് പോലും അവളെ പീഡിപ്പിച്ചത് പോരാത്തതിന് CIയോട് പറയുന്നു, ഇനി നീയും കൂടെ പോയിക്കോ എന്ന് പറയുന്നു. ലജ്ജയുളവാക്കുന്ന സംഭവങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഇത് പോകാതിരുന്ന ആ വീട്ടിൽ ആ അനാശാസ്യത്തിന് പിടിയിലായ യുവതിയുടെ വീട്ടിൽ രോഗം ബാധിച്ചിട്ടുള്ള അമ്മയുണ്ട്, 2 പൊടി കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവൾ വന്നിട്ടുള്ളത് ചിലപ്പോൾ അവളുടെ നിത്യവൃത്തിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് കരുതാം. പക്ഷേ പോലീസുകാർ കൂടി ഇത്തരത്തിൽ പെരുമാറാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് സർ, അത് വളരെ അപമാനകരമാണ്. മാത്രമല്ല, ഈ ഒരു CI അവസാനം അദ്ദേഹം പോകാതിരുന്നതിനെ തുടർന്ന് DYSP കളിയാക്കുന്നു, നിന്നെ ഒന്നിനും കൊള്ളാത്തവൻ. എങ്ങനെയാണ് സർ CI ബിനു ഒന്നിനും കൊള്ളാത്തവനായി മാറുന്നത്? മനസാക്ഷി ഉള്ളത് കൊണ്ടല്ലേ അദ്ദേഹം പോകാതിരുന്നത്? ഒടുവിൽ അദ്ദേഹം ഇത് സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം നല്ലതായിരുന്നു എന്നുകൂടി തെളിയിക്കപ്പെടുന്നുണ്ട്. ഈ കേസിന് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് സർ, എന്താണത്? ഒരുപാട് കാര്യമുണ്ട്, വളരെയധികം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായിട്ടൊരു കേസാണ്. ഞാൻ ചിരിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്രജിത പറഞ്ഞ് പോലീസ് പോലും കേട്ടിട്ടാണ് എനിക്ക് ചിരി വന്നത്. പോലീസാണല്ലോ എന്ന് വിചാരിച്ച് ശരിക്കും നമ്മുടെ റിയൽ ജീവിതത്തിൽ കാണുന്ന പലതും റിയൽ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ സിനിമയുടെ വെള്ളിത്തിരയിൽ ഇതുപോലെ പല രംഗങ്ങളും കാണുന്നുണ്ട്. ഇത് സിനിമയല്ലേ? അല്ല, ഇത് നമ്മൾ കാണുന്ന ചുറ്റുമുള്ള ദൃശ്യങ്ങളുടെ വേദനയിൽ നിന്ന് സംവേദനം ചെയ്തപ്പെട്ടുണ്ടാകുന്നതാണ്. ലോക സിനിമയിലെല്ലാം ഉണ്ട് പോലീസുകാരൻ്റെ ഇതുപോലുള്ള ഈ മാംസത്തോടുള്ള ദാഹവും അതിൻ്റെ മുമ്പിൽ എല്ലാത്തിനെയും അവൻ അവഗണിക്കുകയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെയും കഥകളുണ്ട്. നമ്മുടെ വിഷയം അതല്ല, ചലച്ചിത്രമേള അല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പോലീസ് ഇതാണ് ചെയ്യുന്നത്. നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ച് വട്ടമിട്ട് പറക്കുന്ന റോന്തു ചുറ്റുന്നത് ആരാണ്? പോലീസാണ്. റെയിൽവേ സ്റ്റേഷനുകൾക്ക് മുമ്പിലും വിമാനത്താവളങ്ങൾക്ക് മുമ്പിലും അദ്ദേഹത്തിന് കാവലേർപ്പെടുത്തിയിരിക്കുന്ന ആരാണ്? അവിടം വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞിരിക്കുന്നത്, കേരളത്തിൻ്റെ അതിരുകൾ മുഴുവൻ വളഞ്ഞിരിക്കുന്നത് ആരാണ്? പോലീസാണ്. സ്വപ്ന എന്ന് പറയുന്ന സ്വപ്നസുന്ദരിയെ, സ്വർണ്ണക്കടത്തുകാരിയായ സ്വപ്നസുന്ദരിയെ ഈ പഴുതുകൾക്കിടയിലൂടെ കടത്തിവിട്ടതാരാണ്? പോലീസാണ്. കേരളത്തിൻ്റെ പോലീസ്. കേരളം ഈ പോലീസ് ആരുടെ കീഴിൽ വരുന്നു? മുഖ്യമന്ത്രിയുടെ കീഴിൽ. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ കീഴിൽ. ആർക്കാണ് പരാതി കിട്ടിയത്? പെൺകുട്ടിയുടെ മുഖ്യമന്ത്രിക്ക്. അതിന് കീഴിലുള്ള പോലീസിന്റെ ഒരു കഥയാണിപ്പോൾ വടകര DYSP ആയിട്ടുള്ള ഉമേഷിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നരാധമനെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഇയാൾ മാത്രമല്ല നരാധമൻ. പോലീസിൽ നിരവധി പേരുണ്ട്. പോലീസിൻ്റെ ഒരു അവകാശമാണിത്. എന്താണെന്നുള്ളതിലേക്ക് പിന്നെ ഞാൻ വരാം. RTO ഓഫീസുകളിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ ആര് വേണം? എന്ത് കൊടുക്കണം? നമ്മൾ RTO ഓഫീസുകളിൽ നമുക്ക് വാഹനം ഓടിക്കാൻ ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അപേക്ഷയല്ല, അപേക്ഷയ്ക്ക് പുറമെ അവിടെ പറഞ്ഞിട്ടുള്ള രേഖ, പൈസ കൊടുക്കാതെ കിട്ടില്ല, നമ്മളെ വട്ടം ചുറ്റിക്കും. രജിസ്ട്രേഷൻ ഓഫീസിൽ നിങ്ങൾക്ക് പാവപ്പെട്ട ഒരാൾ, നിങ്ങൾ അടിയന്തരമായിട്ട് അമ്മയെ ആശുപത്രി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വസ്തു വിൽക്കുകയാണ്, അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? അത് എഴുതപ്പെടാത്ത നിയമങ്ങളാൽ അവിഹിതമായ നിയമങ്ങളാൽ അനാശാസ്യമായിട്ടുള്ള നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റാണിത്. ആഭ്യന്തര വകുപ്പ് പ്രത്യേകിച്ചും യാതൊരു വിധമായ സംശയമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ കാര്യം? നമ്മുടെ സിനിമയ്ക്ക് ഇതിന്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയട്ടെ സർ. ഇപ്പോൾ CI ബിനു ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തെ പോലെ ശുദ്ധ മനസ്സുള്ളവർ ഒരുപാട് പേരുണ്ട്, നമുക്ക് അടച്ചാക്ഷേപിച്ച് പറയാനും പറ്റില്ല. പക്ഷേ എത്രയോ ആരോപണങ്ങൾ, ഒരു പരാതി കൊടുക്കാൻ ചെന്നവരുടെ നമ്പറിലേക്ക് അശ്ലീല മെസ്സേജുകൾ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പരാതികൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ സംഭവമല്ലല്ലോ സർ. ഇതൊക്കെ അവിടെ മുതൽ, അതായത് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അയാളെ അവിടെ നിർത്തണം.
ഇതിപ്പോ ആരോപണ വിധേയനായിട്ടുള്ള ഓഫീസറെ, സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഓഫീസറെ തിരിച്ചെടുക്കുന്ന പ്രവർത്തികൾ പോലും നമ്മൾ വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്രത്തോളം അവർക്ക് ധാർഷ്ട്യം വരുന്നത് എന്തുകൊണ്ടാണ്? എന്നെ കുറച്ചു നാള് സസ്പെൻഡ് ചെയ്ത് നിർത്തും, അത് കഴിഞ്ഞ് എന്നെ തിരിച്ചെടുക്കാനുള്ള വഴി എനിക്കറിയാം എന്നുള്ള ഒരു ബോധം അവർക്കുള്ളത് കൊണ്ടല്ലേ സർ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞല്ലോ, അശ്ലീല മെസ്സേജുകൾ മാത്രമല്ല, വിശ്വരൂപങ്ങൾ, അതിൻ്റെ ഇമേജുകൾ തന്നെ അയച്ചു കൊടുക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. തനിക്കിതിനൊക്കെ അവകാശമുണ്ടെന്നുള്ളൊരു തോന്നൽ, താൻ ആരാലും പിടിക്കപ്പെടുകയെന്നില്ലെന്നുള്ള തോന്നൽ. നമുക്ക് ഈ സ്പെസിഫിക് കേസിലേക്ക് വരാം. വടകര DYSPയുടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും അങ്ങനെയാണല്ലോ, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണല്ലോ. ഇപ്പോൾ കേരളം മുഴുവൻ ഇങ്ങനെ ആ ഒരു കേസിന് പുറകെ മാത്രം പോകുന്നത്. ഇതിനിടയ്ക്ക് ഇന്ത്യ അത്ഭുത വളർച്ച കൈവരിച്ചു. അമേരിക്കയുടെ ഈ ചുങ്കം ഒക്കെ ഉണ്ടായിട്ടും, പിഴച്ചുങ്കമൊക്കെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ചൊന്നും ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഇത് മതി, ഇത് കാണുന്ന ഒരു തരം വോയറിസം പോലെ ഈ വാർത്തയ്ക്ക് പിന്നാലെ പോവുക. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ DYSPയുടെ കേസ് എന്തുകൊണ്ട് നമുക്ക് വാർത്തയായില്ല? ഇത് സ്ത്രീകളുടെ മാനം കാക്കേണ്ടവർ, മനുഷ്യരുടെ ജീവൻ കാക്കേണ്ടവരാണല്ലോ പോലീസുകാരെ. ആ കൃത്യം ചെയ്യുന്നുണ്ടോ പിണറായി വിജയൻ്റെ കീഴിൽ കേരളം? ചെയ്യുന്നുണ്ടോ? ചെയ്യാത്ത ഒരാൾക്ക് എങ്ങനെ ധാർമ്മിക അവകാശം വരും ഇതുപോലെ അധാർമികമായ പ്രവർത്തികൾ ചെയ്ത ഒരാളെ? നിയമവിരുദ്ധമായിട്ടുള്ളതാണെന്ന് ഒരിക്കലും പറയില്ല കോടതി. ഇപ്പോൾ ജാമ്യം അനുവദിക്കും, നോക്കിക്കോളൂ. അതിന് പഴുതുകളുണ്ട്. അതെന്താണെന്നുള്ളത് പിന്നെ നമുക്ക് പറയാം, അത് നമ്മുടെ കേസല്ല. ഇതിലേക്ക് പോകാം. DYSP ഉമേഷ് എന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ അത് പുറത്ത് പതുക്കെ പേര് പറയില്ലായിരുന്നു ആരും. ഇപ്പോൾ വന്നു തുടങ്ങി, പതുക്കെ ധൈര്യം കാണിച്ചു തുടങ്ങി. ഈ ഉമേഷ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, അനാശാസ്യ പ്രവർത്തിക്ക്, അവിടെയാണ് നമ്മുടെ പോയിന്റ്, അനാശാസ്യ പ്രവർത്തിക്ക് ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. എന്താ ഈ അനാശാസ്യം? ഈ 2 ആൺകുട്ടികളെ അവരുടെ വീട്ടിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞില്ലേ? ആ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ നേരത്തെ ഇറച്ചിയതാണ്. അതിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം തന്നെ വിൽക്കുകയാണ് മക്കളോടുള്ള സ്നേഹം കൊണ്ട്. അല്ല, സുഖിക്കാൻ വേണ്ടി അല്ല അത് ചെയ്തത്. സുഖിക്കാൻ വേണ്ടി വരുന്നത് ഈ കസ്റ്റമേഴ്സാണ്. സുഖിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് വീടിൻ്റെ പരിപാലനം നടത്താൻ, വീട്ടു ചെലവിന് പണം കണ്ടെത്താൻ പോയ സ്ത്രീകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പുത്തരിക്കണ്ടം മൈതാനത്തക്കത്തരം ധാരാളം ആളുകളുണ്ട്. ക്രൂര പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് പ്രായം കവിഞ്ഞവരും ഒക്കെ ഉണ്ട്, സൗന്ദര്യമില്ലാത്തവരും ഒക്കെ. 5ഉം 10ഉം രൂപയ്ക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടതല്ലെങ്കിൽ പിന്നെ ഏത് വിഭാഗത്തിലാണ് വിടുന്നത്? അതിദാരിദ്ര്യ വിമുക്തമായി കേരളം എന്നൊക്കെ പറയുന്നത്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഏത് സോഷ്യൽ വർക്കറുണ്ട്? ഏത് വിമൻ കലക്റ്റീവ് ഉണ്ട്? ആരുണ്ട് ഇവിടെ? ആരെങ്കിലും ഉണ്ടോ അവരുടെ പ്രശ്നം കാണാനായിട്ട്? നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാം കാണുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ എല്ലാം ഉണ്ട്, പുറകെ നടക്കുക. രാവിലെ തൊട്ട് വേട്ടയാണ് പത്രങ്ങളും. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ന്യായീകരിക്കാൻ ഒരുപാട് പേരുമുണ്ട്. അദ്ദേഹത്തെ ന്യായീകരിക്കാൻ മറുവശത്ത് ധാരാളം ആൾക്കാരും ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു വാദവും നിൽക്കേണ്ട. കേരളീയ സമൂഹത്തിൽ ഈ പോലീസിന് ഇങ്ങനെ ഒരാളിനെ പിടിക്കാൻ ധാർമ്മിക അവകാശമുണ്ട്. ഇതാണ് നമ്മുടെ ചോദ്യം. പിൻ പോയിന്റഡ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഈ സ്ത്രീ പ്രവർത്തി ചെയ്തു സുഖിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു MLA വിവാഹം കഴിക്കാൻ മോഹിച്ചിട്ടല്ല, അല്ലെങ്കിൽ നാളെ മന്ത്രിയാവുന്ന ഒരാളുടെ ഭാര്യയായിട്ടിരിക്കാൻ വേണ്ടിയല്ല. ഇവർക്ക് ഭർത്താവ് കൂടില്ലായിരുന്നു. 2 ആൺകുട്ടികളേ ഉള്ളൂ. വീട്ടിൽ ആണിനെ കാണുന്നില്ല, ഒരാണുമില്ല. രോഗാവസ്ഥയിലുള്ള അമ്മ, ആ അമ്മയുടെ മരുന്നിന് പോലും ഒരുപക്ഷെ അവർക്ക് പണം ഉണ്ടായില്ല. ഇനി പറയട്ടെ, ഈ ഉമേഷ് അവിടെ ചെന്നു, സ്ത്രീയെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം, അതൊക്കെയോ നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോ. അപ്പോൾ അവൾ രക്ഷപ്പെട്ടു, വലിയ സന്തോഷത്തോടു കൂടി പോയി. രാത്രിയായില്ല, പകലേ തന്നെ ഇയാളങ്ങ് ചെന്നു. സഹിക്കാൻ വയ്യ, പിടിച്ചു വയ്ക്കാൻ വയ്യ, ഓടി വീട്ടിൽ ചെന്നപ്പോൾ 2 കുഞ്ഞുങ്ങൾ. ചങ്കുപൊട്ടുകയാണിത് പറയുമ്പോൾ. പത്രപ്രവർത്തകനങ്ങനെ വികാരാധീനാവാൻ പാടില്ല, പക്ഷേ ചങ്കുപൊട്ടും. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ 2 കുഞ്ഞുകുട്ടികളിൽ നോക്കുക, ഒന്ന് ഭാവന ചെയ്തു നോക്കൂ. നിസ്സഹായമായ കണ്ണുകളോട് പോലീസുകാരനാണ് വന്നിരിക്കുന്നത്, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരമ്മ, പോലീസാണ് എല്ലാത്തിൻ്റെയും അവസാനം. നമുക്കൊന്നും നിസ്സഹായരായ 3 ജീവിതങ്ങൾ. 4ാമത്തെ സ്ത്രീയെ കൊണ്ടുവന്ന് മുറിയിലേക്ക്. എന്താ സംഭവിക്കുന്നത് അറിയാതെ നോക്കി നിൽക്കുന്ന മക്കൾ. നോക്കൂ, ഈ ഉമേഷ് എന്ന് പറയുന്നവൻ്റെ ക്രൂരത ഇദി അമീൻ്റെ ക്രൂരതയേക്കാൾ ഭയങ്കരമല്ലേ അത്? എന്നിട്ട് സുഖമായിട്ട് അവന് പ്രൊമോഷനും കിട്ടി, സുഖമായിട്ടിരുന്നു. എന്ത് പോലീസ് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? പോലീസ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ആദ്യം പോലീസിനെ നന്നാക്കൂ. എത്ര തവണയാണ് പറഞ്ഞു പോലീസ് ക്രിമിനലുണ്ട്, എന്താ പുറത്താക്കാത്ത? ഇത് ക്രിമിനലാണോ? രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും വലിയ ക്രിമിനലല്ലേ ഇത്? 2 ആൺകുട്ടികളുടെ മുമ്പിലിട്ട് പ്രവർത്തി കാണിച്ചവൻ. എന്നിട്ട് അവൻ പറയുകയാണ്, അവന് മതിയായി, അവൻ ഇറങ്ങി. അത് കഴിഞ്ഞ് അടുത്ത സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ഇപ്പം മരിച്ച ആളിനെ അയാളോട് ബിനുവിനോട് പറയുക എന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കയറി മരിക്കാനുള്ള ഒരു നിലമാണ്, ഉഴവു നിലമാണ്.
കാളപൂട്ടാനുള്ള കണ്ടം പോലെ ഒന്നാണെന്ന് വിചാരിച്ചുകൊണ്ട് പൊയ്ക്കോ വായിക്കൂ എന്ന് പറഞ്ഞ് അതിൻ്റെ ഡയലോഗുകൾ എനിക്കറിയാം, ഞാനിപ്പോൾ അത് പറയുന്നില്ല എന്തായിരിക്കുമെന്ന്. എന്നിട്ട് ഇയാൾ അതിന് തയ്യാറായില്ല. ഇയാളുടെ ധാർമ്മികത കൊണ്ടോ മനുഷ്യത്വം കൊണ്ടോ തറവാടിത്തം കൊണ്ടോ അദ്ദേഹം അത് ചെയ്യാതിരുന്നപ്പോൾ ഇയാളെ കളിയാക്കുകയാണ്. സർവീസിലിരുന്നുകൊണ്ട് കസേരയിലിരുന്നുകൊണ്ട് എതിരെ ഇരുന്നുകൊണ്ട് ഇവൻ കണ്ടു ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. സത്യം, ഇതാണ് വാക്ക് പ്രജിത. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊന്നും പോവാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് അവനെ ഒന്നിനും കൊള്ളില്ല. മറ്റവൻ മിടുക്കൻ, സമർത്ഥൻ. നമ്മുടെ സമൂഹം ഇപ്പോഴത്തെ സമൂഹം തന്നെ കൊടുക്കുന്നു. ജെൻസിയിലേക്കൊന്നും പോകണ്ട. ഇതാണ് അവനെ കൊണ്ടൊന്നും അവൻ സാധിച്ചു, അവൻ മിടുക്കൻ, അവൻ മിടുക്കനാണെന്നാണ് കരുതുന്നത്. പോകാതിരുന്നവന്റെ നല്ല വശത്തെ ആരും അവൻ ചുണയുള്ളവൻ, അവൻ ആണത്തമുള്ളവൻ, പൗരുഷശാലി എന്നൊക്കെയാണ് സർട്ടിഫിക്കറ്റ് സമൂഹം കൊടുക്കുന്നത്. സമൂഹത്തിന്റെ കുഴപ്പമില്ലേ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയമായിട്ട് കൂട്ടമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചിലർക്കൊക്കെ നാണം വരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, പാതിരാത്രിയിൽ സൂര്യൻ ഇതുക്കുകയാണെങ്കിൽ ഇവരിൽ എത്ര പേര് എവിടെയൊക്കെ ആയിരിക്കും? ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. സമൂഹം എന്ന് പറഞ്ഞൊരെണ്ണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഇതൊരു അഭിശപ്തനായ വ്യക്തി എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് നെറികേടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭർത്തൃമതിയായ ഒരു സ്ത്രീയെയാണ്, ജാരപ്പണിയാണ് കാണിച്ചത്, സംശയമൊന്നുമില്ല ഒരിക്കലും. ആ സ്ത്രീ പോയതിനെ നമുക്ക് വിമർശിക്കാം. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മൾ ഇതെല്ലാം ചെന്നിട്ട് നമ്മളൊരു പരാതിയുമായി എവിടെയാണ് സർ പോവുക? അതാണ് അത് ചെല്ലുമ്പോൾ പോലീസാ. സ്ത്രീകൾക്ക് പോകാൻ ഇടമില്ല. അതുകൊണ്ടാണ് അമ്മയിലെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇനിയും മറ്റൊരു നാണക്കേട് കൂടി സഹിക്കാനില്ലെന്ന് പറഞ്ഞ് ഈ പോലീസിനെ ഒഴിവാക്കിയത്. മനസ്സിലായോ? ഇതാണ് പോലീസ്. നിങ്ങൾ പോലീസിനെ ആദ്യം നന്നാക്കണം. അല്ലെങ്കിൽ ഈ പോലീസിന് ഞാൻ എന്താണ് പിണറായി ചെയ്തത് എനിക്കറിയാൻ വയ്യ. പോലീസ് അദ്ദേഹത്തിന് കുറിപ്പിൽ പറയാണ്, ആത്മഹത്യാ കുറിപ്പിൽ പറയാണ്, ആ രോഗാവസ്ഥ, അമ്മയുടെ രോഗാവസ്ഥയും 2 കുഞ്ഞുങ്ങളുടെ കാര്യം കേട്ടതോടുകൂടി CI ബിനുവിന്റെ ആത്മഹത്യാ കുറിപ്പാണ്. എനിക്ക് മനപ്രയാസം തുടങ്ങി. ഏകദേശം 9 മണി സമയത്ത് ഉമേഷ് എന്നെ അടുത്ത് വിളിച്ച്, അവൾ ആള് കൊള്ളാലോ, ഇന്ന് അവളുടെ അടുത്തേക്ക് നമുക്ക് പോയാലോ 2 ആൾക്കും എന്ന് ചോദിച്ചു. എനിക്ക് അതിൽ താല്പര്യം ആള് കൊള്ളാമെന്ന് പറഞ്ഞാൽ അവളെ കാണാൻ കൊള്ളാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെയാണ് അതിന്റെ ഭോഗവസ്തുവായിട്ട് പറയാണ്. അനാശയത്തിന് പിടികൂടിയെന്ന വാർത്ത വരാതിരിക്കാൻ ആ സമയം അവൾ എന്തിനും റെഡിയായിരുന്നു. ഒരു ദുര്യോഗമാണ് സർ. അല്ല, പേടിപ്പിച്ചു. അതും പറഞ്ഞില്ല ഞാൻ. ഇവളെ പേടിപ്പിച്ചു. നാട് മുഴുവൻ പാട്ടാക്കും. 2 ആൺകുട്ടികളുള്ള ഒരു അമ്മയാണെന്ന് ഓർക്കണം. അവളുടെ മക്കൾക്ക് നാളെ സ്കൂളിൽ പോകാൻ പറ്റുമോ? ഇറങ്ങി പോകാൻ സമ്മതിയടാ, ഇത് മറ്റേ പെണ്ണിന്റെ മക്കളടാ, ഇത് നോക്കത്തോട്ട് നോക്കി ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം. ഇതല്ലേ നമ്മുടെ സമൂഹം? ഈ സമൂഹത്തിന് എന്തിനാ ഓരോ വ്യക്തികളുടെയും സ്വകാര്യതകളിലേക്ക് ഇത്ര നമുക്കിത്ര കൂടിപ്പോയി? ഈ കേരളത്തിലേ ഉള്ളൂ. സത്യം പറഞ്ഞ ഒരു കല്യാണം നടക്കാതിരുന്ന കല്യാണം ഇവരെ നടന്നില്ല. വലിയ സമൂഹത്തിനാണ് വലിയ വേദന, വീട്ടുകാർക്കുള്ളതിനേക്കാൾ. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത നിങ്ങൾ മുംബൈയിലോ അത് കാണും, ചേർത്ത് പറയും. പിന്നെ രാഷ്ട്രീയം അതാവും. അതുകൊണ്ട് പലരും ഇവിടുന്ന് രക്ഷപ്പെട്ട് അവിടെ ആകുമ്പോൾ മക്കളുടെ കല്യാണം കഴിഞ്ഞോ മറ്റു കാര്യങ്ങൾ കഴിഞ്ഞോ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒരൊറ്റ മനുഷ്യനും വരത്തില്ല. അപ്പോൾ ഈ സ്വകാര്യതകളിലേക്കുള്ള കടന്നുകയറ്റം പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും കുറച്ച് കൂടുതലാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ വിഷയം. രാഹുൽ ഈ ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ വിഷയമല്ല. പണ്ട് ഇതുപോലെയാണ് നമ്മൾ PT ചാക്കോയെ കൊന്നത്. അദ്ദേഹം പോയ പ്രീമിയർ പത്മിനി കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെന്നും പറഞ്ഞാണ് ശങ്കർ എനിക്ക് ഇദ്ദേഹത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് വിശ്വാസം നഷ്ടപ്പെടുന്നത്? ഇങ്ങനെ എന്തെങ്കിലും കണ്ടോ? ഒന്നും കണ്ടില്ല. ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട് പോകാൻ ഒരു പുരുഷന് പാടില്ലേ? എന്താ നല്ല സൗഹൃദങ്ങൾ പാടില്ലേ? എനിക്ക് മനസ്സിലാവും. കേരള കോൺഗ്രസ് അങ്ങനെയാണ് കേരളത്തിൽ പിറന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ മാറ്റം ഉണ്ടായതും എന്നേ പറയുന്നുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ ഇതോട് പറയാം. ഇവര് പോവുകയാണ്, ഉമേഷിനെ കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി CI ബിനുവിനായിരുന്നു. അപ്പൊ CI ബിനു എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അന്ന് പകല് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അവൾ താമസിക്കുന്ന വീടിനടുത്ത് ഉമേഷിനെ ഇറക്കി ഞാൻ തിരികെ ബൈപ്പാസിൽ വന്ന കാറിൽ കിടന്ന് ഉറങ്ങി. അതിനു മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു? അടുത്തുള്ള ബേക്കറിയിൽ നിന്നും ഞാൻ അവളുടെ മക്കൾക്കായി 2 ഡയറി മിൽക്ക് വാങ്ങി. ആത്മഹത്യയെങ്കിലും സത്യത്തിൽ ഉള്ള ശരിക്കും പൊള്ളി പോകുന്നുണ്ട് ഇതിങ്ങനെ വായിക്കുമ്പോൾ. ഇത് സിനിമയല്ല, നാടകമല്ല, ജീവിതത്തിൽ നടന്നാണ്. ബിനീഷേ, നിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഞങ്ങൾ മാത്രമല്ല, ഈ കേരളത്തിലെ സ്ത്രീജനങ്ങളും പുരുഷന്മാരും, മര്യാദയുള്ള പുരുഷന്മാരും തീർച്ചയായിട്ടും നിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ പോലീസ് ഇങ്ങനെയുള്ള മുത്തുകളുമുണ്ട്. പക്ഷേ അത് അപൂർവം മാത്രമാണെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ദാരുണമായിട്ടുള്ള യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിയുടെ കണ്ണ് രാഹുലിലേക്ക് മാത്രം പോരാ, ഈ പറയുന്ന ഉമേഷിലേക്ക് കൂടി പോകണം, ബിനേഷിലേക്കും പോകണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്കെങ്കിലും പോലീസിലോ അല്ലെങ്കിൽ സർക്കാർ ജോലിയിലോ ജോലി കൊടുക്കണം. അതാണ് അദ്ദേഹത്തിന് ഇനി ചെയ്യാൻ പറ്റുന്ന ത്യാഗത്തിൻ്റെ പ്രതിഫലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.